വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടു കൂടി പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അങ്ങനെ സാധിക്കാതെ വന്നാൽ ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാൻ വേണ്ടിയുള്ള ആലോചനയിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അച്ഛൻ നമ്മുടെ പോണ്ട് രാജശേഖരപിള്ള ഇപ്പം ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, മകളെ കൊന്നതാണ് എന്ന് സതീഷ് സംശയിക്കുന്നു. വേറെ ആരോ ആണ്, അവിടെ ഗ്ലൗസ് ഉണ്ടായിരുന്നു, കട്ടിലിൻ്റെ സ്ഥാനം മാറി കിടക്കുന്നു. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വേറെ ആരും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത. അതവനിങ്ങനെ ഈ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടായോ? ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ അവൻ കൊന്നു അല്ലെ അവളെ ഇങ്ങനെ അവന് പറയാൻ പറ്റുമോ? അതിനുവേണ്ടി എന്തെങ്കിലും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ വേറെ ആരെങ്കിലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്? ഒരുപക്ഷെ അവന് എന്തെങ്കിലും പറയണ്ടായോ? അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്താ, അല്ലെങ്കിൽ അവനിങ്ങനെ പറയാൻ പറ്റുമോ? മാധ്യമം ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്, അങ്ങനെ അവനിങ്ങനെ ഞാൻ കൊന്നു എന്ന് പറയുമോ? അപ്പോൾ പിന്നെ അതിനുവേണ്ടി പറയുന്നതായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തുടക്കത്തിൽ ഇന്നലെയൊക്കെ തന്നെ ഒരു സൂയിസൈഡ് നോട്ടൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നു, അത് പിന്നെ ഡിലീറ്റ് ചെയ്യുന്നു. എന്തായിരിക്കും അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവന് ഇപ്പോൾ അവൾ മരിച്ചപ്പോൾ അത്ര ആഘാതം വന്നപ്പോൾ അവന് തോന്നും അങ്ങനെ മരിക്കണം തോന്നും. പക്ഷേ അവൻ മരിക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല, അത്രേ ഉള്ളൂ അതിനകത്ത്. അവൻ അല്ലാതെ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവൻ തുടക്കത്തിൽ ഏതാണ്ട് ഒരു വർഷത്തിന് മേളുണ്ടായിരുന്നല്ലോ നിശ്ചയത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം. നമുക്ക് അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കല്യാണത്തിനും ഇടയ്ക്ക്? നിശ്ചയത്തിനും കല്യാണത്തിനും ഇടയ്ക്ക് പിന്നെ അന്ന് ഇതുകൊണ്ടൊക്കെ അവനിങ്ങനെ ഫോണിൽ കൂടെ കുഞ്ഞിനെ പിന്നെ നിലവിൽ കരയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഞാനിവിടെ ഇല്ലാത്ത സമയം അന്നേരം. പിന്നെ എൻ്റെ വൈഫ് എന്നോട് പറയുമായിരുന്നു എങ്ങനെ നമ്മൾ ഈ ബന്ധം നടത്തുന്നത്. ഈ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. കുഞ്ഞിനെ എങ്ങോട്ടും പോകണ്ട, അവൾ എവിടെ പോയാലും എവിടെ നിൽക്കുന്നത് ഉടനെ അത് അറിയണം, അതിൻ്റെ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അങ്ങനെ കുഞ്ഞിനെ അയക്കുന്നതെന്നൊക്കെ അന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം നിശ്ചയം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ അവന് വരികയൊക്കെ ചെയ്യുമല്ലോ കാണാം. അപ്പം ഞാനിവിടെ ഇല്ല. അങ്ങനെ ഇപ്പോൾ നിശ്ചയമൊക്കെ കഴിഞ്ഞ പബ്ലിക് നമ്മുടെ സമൂഹത്തിന് ഇതെല്ലാം സൊസൈറ്റി എല്ലാം അറിഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പെൺകുട്ടികളുടെ ജീവിതങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടും താല്പര്യം. മുമ്പേ അറിഞ്ഞിരുന്നു അവനെ ശരിയാവത്തില്ല, ഇവന് പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായിരുന്നു വിവാഹത്തിന് മുന്നേ. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച് ചിലപ്പം വിവാഹത്തോടെയൊക്കെ മാറുമായിരിക്കുമെന്ന് കരുതി. മാറ്റം മനുഷ്യന് അനിവാര്യമല്ലേ. മാറുന്ന മനുഷ്യർ എത്രയോ പേരുണ്ട്, കുറ്റവാളികൾ തന്നെ. നമുക്ക് തുടക്കത്തിൽ ഒരു താല്പര്യമില്ല. എന്തെങ്കിലും അവരുടെ വീടിൻ്റെ ഭാഗത്തു നിന്നൊരു സമ്മർദ്ദം വല്ലതും ഉണ്ടായിരുന്നു വിവാഹത്തിന് വേണ്ടി? ഉണ്ടായിരുന്നു. അവരുടെ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഈ നിശ്ചയം നടത്തിയത്. അവൻ്റെ അമ്മയെ കൊണ്ട് അവൻ സമ്മർദ്ദം ചെലുത്തുമായിരുന്നു നിരന്തരം. എൻ്റെ വൈഫിനെ വന്ന് കണ്ട് ഇത് ഞങ്ങൾ റിഫ്യൂസ് ചെയ്താൽ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആചാരപ്രകാരമുള്ള വിധിപ്രകാരം പിന്നെ ജ്യോത്സ്യന്മാർ പോലും പറഞ്ഞ് നാൾ ചേരത്തില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യ കർശനമായിട്ട് എതിർത്തായിരുന്നു ഈ ബന്ധത്തിന്. അന്ന് അവൻ്റെ മാതാവ് ഇവിടെ വന്നിട്ട് പിന്നെ ഭീഷണി വരെ മുഴക്കി. അവന് കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ മോളെ അവന് കൊടുത്തില്ലെങ്കിൽ അവർ ഈ കിണറ്റി ചാടുവന്നു. ആ ഭീഷണിയുടെ പുറത്താണ് അവൾ സമ്മതിച്ച അവസാനം. എൻ്റെ ഭാര്യ അവളങ്ങനെ സമ്മതിക്കുന്നുള്ള അവർക്ക് എല്ലാം അറിയാമെന്നുള്ള, ഈ ജീവിതത്തിനെ പറ്റി എല്ലാം അറിയാമെന്നുള്ള. കുഞ്ഞിനെ നമ്മൾ ആദ്യം കാലം മുതലേ അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും അവളെ വാച്ച് ചെയ്തുകൊണ്ട് അവളെ കൃത്യമായ ഒരു അമ്മ വളർത്തിക്കൊണ്ട് വന്നത് അവിടെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇതൊക്കെ എന്ത് പറഞ്ഞാലുണ്ട്, എൻ്റെ മോള് എൻ്റെ കുഞ്ഞു മക്കളെ അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് അവളെ പഠിപ്പിക്കുന്നത്, ഹോംവർക്ക് ചെയ്യിക്കുന്നത്. എപ്പോഴും എൻ്റെ മോള് വീഡിയോ കോൾ ഉണ്ടാവും. അവൾ ദുബായിലാണെങ്കിൽ അവൾ ഇവിടെ ഉണ്ട് എപ്പോഴും. അവിടെ ശബ്ദം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക മോളെ പഠിപ്പിക്കുന്നത്. അവൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുന്നു, എഴുതുന്നു. എൻ്റെ മോള് അവിടെ അങ്ങനെ. ഇനി അവളെ പഠിപ്പിക്കാൻ ആരുണ്ട്? എൻ്റെ കുഞ്ഞുമോളെ, എൻ്റെ ആരാധ്യയെ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വീഡിയോ കോൾ വിളിച്ചിട്ട് അവളെ ആര് പഠിപ്പിക്കും? എൻ്റെ മോൾ അങ്ങനെയുള്ളവളല്ലായിരുന്നു. കുഞ്ഞിനോട് എത്ര സ്നേഹമുള്ളവളായിരുന്നു. അവിടെ സംശയങ്ങളുണ്ട്, അപ്പോഴേ ദൂരീകരിക്കുന്ന വീഡിയോ കോൾ വരും. ഉടനെ ചിത്രം വരയ്ക്കാൻ തന്നെ അവൾ അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ കോളിൽ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം അതുല്യ സഹിച്ചത്. അത് ഉറപ്പില്ലേ, എൻ്റെ കുഞ്ഞിനോട് ഉള്ള സ്നേഹം കൊണ്ട് തന്നെ. അല്ലെങ്കിൽ ഇതിന് മുന്നേ അവളിത് വേണ്ടാന്ന് വെച്ചതാ, ഞങ്ങളെല്ലാവരും വേണ്ടാന്ന് വെച്ചതാ. പിന്നെയും കോംപ്രമൈസ് ചെയ്ത കുഞ്ഞിൻ്റെ ഒരു ജസ്റ്റ് പേരിനെങ്കിലും ഒരു പിതാവ് വേണ്ടേ? അങ്ങനെ ആയിരിക്കും കോംപ്രമൈസ് ചെയ്ത് പോയത്. അന്ന് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ എന്താ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്? ചേട്ടനോട് ചോദിക്കുന്നതിലും ഒരു വിഷമമുണ്ട്. കാര്യം ഒരു മകളെ നഷ്ടമായ ഒരു അച്ഛൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതിലൂടെ മകൾക്ക് 10 വയസ്സാണ് പ്രായം. ദുബായിലുള്ള സമയത്തായാലും ഷാർജയിലുള്ള സമയത്തായാലും എന്തെങ്കിലും ക്ലാസ് ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്തായാലും സ്കൂളിലെ പാഠഭാഗങ്ങൾ അതിൻ്റെ സംശയ ദൂരീകരണം നടത്തുന്ന സമയത്തൊക്കെ ഒരു വീഡിയോ കോൾ വിളിച്ച് മകളോട് സംസാരിക്കുന്ന ഒരു അമ്മയാണ്. ആ അമ്മ ഇല്ല, ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ ആര് പഠിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ഒരു അച്ഛനാണ്. ഈ പ്രതിയെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായ നിയമത്തിന് മുന്നിൽ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം.